അധ്യായം 9. വിശപ്പിനേക്കാൾ വലുതായി ഒരു മഹാമാരിയുമില്ല. ഇത് പഠിക്കാൻ സ്കൂളിൽ പോകരുത്. നഗരങ്ങളിലെ തെരുവ് പിള്ളേരായാൽ മതി. ഇജാതി കുട്ടികളുടെ ഒരേ ഒരു വെല്ലുവിളി വിശപ്പിനെ അതിജീവിക്കുക മാത്രമാണ്. ഞങ്ങളുടെ അതിജീവനത്തിന്റെ തുടർക്കഥ ഭയാനകമാണ്. സൂര്യഗോളം തിരുനക്കര മൈതാനത്തിന്റെ പടിഞ്ഞാറ് അതിരിനപ്പുറം ഒളിക്കാൻ തുടങ്ങിയപ്പോഴാണ് കോട്ടയത്തിനെ ഇരുട്ട് പുതപ്പിക്കാൻ തുടങ്ങിയത്. ഞങ്ങൾ പെട്ടെന്ന് പടപ്പുറപ്പാടിനുള്ള ഒരുക്കത്തിനായി മനസ്സാ ജാഗരൂകരായി. സപ്ലയർ കിളവൻ ശിവമയത്തിൽ നിന്നിറങ്ങും മുമ്പ് അയാൾ നടന്നു പോകുന്ന വഴികളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്തു. ഹമീദിന് കോട്ടയത്തെ വഴികളെക്കുറിച്ച് എന്നേക്കാൾ പരിചയമുണ്ട്. അയാൾ നടന്നു പോകുന്ന വഴിയൊക്കെ എനിക്കറിയാവുന്നതാണ്. എന്നാലും സമയമുണ്ട്. നമുക്ക് അയാൾ പറഞ്ഞ ഇടവഴി വരെ ഒന്ന് പോയിട്ട് വന്നാലോ? ഹമീദ് ഒരു നിർദ്ദേശം വെച്ചു. അതൊരു നല്ല ഒരുക്കമായിരിക്കുമെന്ന് എനിക്കും തോന്നി. ഞാൻ പിന്താങ്ങി. ഇരുട്ട് വീണു. നമുക്കൊന്ന് നടന്നു നോക്കിയിട്ട് വരാം, പ്രത്യേകിച്ച് ആ ഇടവഴി. ഞങ്ങൾ എഴുന്നേറ്റ് റോഡിലേക്ക് ഇറങ്ങി. ഒരു 7 മണിയായി കാണും. നിറസന്ധ്യ. വണ്ടികളും ആളുകളും വീടണയാനുള്ള പരക്കം പാച്ചിലുകളിലാണ്. തിരുനക്കര മൈതാനം വരെ ഞങ്ങൾക്ക് പരിചയമുള്ള സംശയമില്ലാത്ത വഴികളാണ്. തിരുനക്കരയുടെ ഇടതുവശത്തേക്കുള്ള റോഡിൽ വലതുവശത്തുള്ള താജ്മഹൽ തിയേറ്ററിന് മുൻപിൽ ഞങ്ങൾ ഇത്തിരി നിന്നു. ഓല തിയേറ്ററാണ്. ശിവാജി ഗണേശന്റെ പഠിത്താൽ മട്ടും പോതുമാ എന്ന തമിഴ് സിനിമയാണ് ഓടുന്നത്. ഞാനിത് മൂവാറ്റുപുഴ അപ്സരയിൽ സെക്കൻഡ് ഷോ കണ്ടതാണ്. ചുമട്ടു തൊഴിലാളി പറഞ്ഞ ഇടവഴി കണ്ടുപിടിക്കാൻ ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് നടന്നു. 2 പേർ വലതുവശത്തുള്ള ഒരു ഇടവഴിയിലേക്ക് ഇറങ്ങിപ്പോകുന്നത് കണ്ട് ഞങ്ങൾ പരസ്പരം തോണ്ടി ഇടവഴി ഇതാണെന്ന് ഉറപ്പിച്ചു. 3 അടിയിൽ കൂടുതൽ വീതിയില്ലാത്ത വഴിയാണ്. റോഡിൽ നിന്നും ഒരു 3 നടക്കല് വയ്ക്കാനുള്ള ഇറക്കമുണ്ട് ആദ്യം. പിന്നെ നിരപ്പ് വഴിയാണ്. ഒരു 40 മീറ്റർ നീളമേ ഉള്ളൂ ഈ വഴിക്ക്. ഞങ്ങളൊന്ന് ഇറങ്ങി നടന്നു. നിലം കാണാൻ പറ്റില്ല, ഇരുട്ടാണ്. ഏതാണ്ട് ഒരു 30 മീറ്റർ കഴിയുന്നിടത്താണ് ഇടതുവശത്ത് ഒരു 15 മീറ്റർ അകത്തോട്ട് മാറി ഒരു ഒറ്റപ്പെട്ട ഓടിട്ട വീടുണ്ട്. അതിന്റെ അടുക്കളപ്പുറത്ത് ഒരു കത്തുന്ന ബൾബ് തൂങ്ങിക്കിടപ്പുണ്ട്. ആ വെളിച്ചത്തിന്റെ ആനുകൂല്യം ഇത്തിരി ഈ ഇടവഴിയിൽ നടക്കുന്നവർക്ക് കിട്ടും. അതും ഇടവഴിയുടെ മുകൾ ഭാഗത്തു മാത്രം. അത്രയുള്ളൂ. ആ വീടിന്റെ മുൻവശത്താണ് ഇടവഴി തീരുന്നിടത്തെ വലിയ റോഡ്. അതിലൂടെ വണ്ടികൾ ഇരമ്പിപ്പായുന്ന ശബ്ദം കേൾക്കാം. അയാൾ പറഞ്ഞതൊക്കെ കൃത്യമാണടാ, ഹമീദ് പതുക്കെ പറഞ്ഞു. ശരിയാ, കിളവനെ ശരിക്കും പേടിപ്പിക്കാൻ പറ്റിയ സ്ഥലം. വാ, തിരിച്ചു പോകാം. ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ തിരിച്ചു നടന്നു. 2 റോഡുകൾക്കുമിടയിൽ ഇടവഴി ഇത്തിരിയേയുള്ളൂ. അതൊരു പ്രശ്നമാണ്. അയാൾ ഈ വഴിയിലേക്ക് ഇറങ്ങിയാൽ ഒട്ടും സമയം കളയാതെ അയാൾക്ക് മുന്നിൽ ചാടി വീഴണം, ഹമീദ് പറഞ്ഞു. എനിക്ക് നല്ല നെഞ്ചിടിപ്പ് അനുഭവപ്പെട്ടു. ഞാനത് ഭാവിക്കുകയോ ഹമീദിനോട് പറയുകയോ ചെയ്തില്ല. നിരായുധരായ പടയാളികളാണ്. വീര്യം ചോർന്നു പോകുന്ന ഒരു സംസാരവും പാടില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. ഞങ്ങൾ തിരിച്ച് അയ്യപ്പാസ് കഴിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം വെയിറ്റിംഗ് ഷെഡിലേക്കുള്ള കയറ്റം കയറുമ്പോഴാണ് ഹമീദ് പറഞ്ഞത്. 8 മണി ആവാറായി. ശിവമയത്തിലെ ഇപ്പോഴത്തെ അവസ്ഥ കൂടി ഒന്ന് പോയി നോക്കിയാലോ? അയാൾ ഇറങ്ങാറായോന്ന് അറിയണ്ടേ? പ്രശ്നാവോ? നമ്മളെ ഈ ബനിയൻ വേഷത്തിൽ ആരെങ്കിലും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയില്ലേ? ഓ, അതൊരു പ്രശ്നമാണല്ലോ അല്ലേ? ഏയ്, അതിനൊരു വഴിയുണ്ട്. അഥവാ പിടിച്ചാൽ നമ്മുടെ ഷർട്ട് തിരിച്ചു തരാമോന്ന് ചോദിച്ച് നോക്കാൻ വന്നതാണെന്ന് പറയണം. കണ്ടില്ലെങ്കിൽ കിളവൻ എന്തെടുക്കുന്നു എന്ന് നോക്കി തിരിച്ചു പോരുകയും ചെയ്യാം. ഞാൻ പറഞ്ഞത് കുഴപ്പമില്ലാത്ത ഐഡിയ ആയതിനാൽ ഞങ്ങൾ ശിവമയത്തിലേക്ക് തന്നെ നടക്കാൻ തീരുമാനിച്ചു. രാത്രി 8 മണി കഴിഞ്ഞിട്ടുണ്ട്. കോട്ടയത്തിന്റെ ഇന്നത്തെ തിളപ്പ് ഏതാണ്ട് തീരുകയാണ്. നിരത്തിൽ ആളുകളും വണ്ടികളും ഇല്ലാതായി തുടങ്ങി. ഞങ്ങൾ മെയിൻ റോഡിൽ നിന്നും ശിവമയത്തിന്റെ ചെറു റോഡിലേക്ക് ഒരു പരിങ്ങലോടെ പ്രവേശിച്ചു. ഇടതുവശത്ത് 2 ആൾ പൊക്കമുള്ള മതിലിന്റെ നിഴലിന്റെ ഇരുട്ടിലൂടെ മതിലിനോട് ചേർന്ന് നടന്നു. കൗണ്ടറിൽ ആരുമില്ല. കഴിക്കുന്നവർ 4-5 പേർ മാത്രം. ഞങ്ങൾ നിൽക്കാതെ രംഗം വീക്ഷിച്ച് മെല്ലെ നടന്ന് അടുക്കളയുടെ ജനാല ഭാഗത്തെത്തി. അതാ സപ്ലയർ. ഉള്ളൊന്ന് കാളി. അയാൾ മേശപ്പുറത്ത് കിടക്കുന്ന മുറിഞ്ഞ ദോശകളും മറ്റും പൊതിഞ്ഞെടുത്ത് ഒരു പ്ലാസ്റ്റിക് സഞ്ചിയിൽ തിരികെ വെക്കുന്നത് ഞങ്ങൾ കണ്ടു. അതെ, അയാൾ ഇറങ്ങാൻ തയ്യാറെടുത്തു തുടങ്ങി. ഞങ്ങൾ വന്നതുപോലെ തിരിച്ചു നടന്നു. ആരുടെയും കണ്ണിൽപ്പെടാതെ നേരെ വെയിറ്റിംഗ് ഷെഡിലെത്തി. പൂച്ച എലിയെ പിടിക്കാൻ കാത്തിരിക്കും പോലെ ശിവമയത്തിൽ നിന്നും മെയിൻ റോഡിലേക്ക് ഇറങ്ങുന്ന മുക്കിലേക്ക് കണ്ണും നട്ട് ഇരിപ്പുറയ്ക്കാതെ ഞങ്ങൾ ഇരുന്നു. ആ ഇരുപ്പിൽ കടകളൊക്കെ അടഞ്ഞതും
കോട്ടയം ഉറങ്ങാൻ തുടങ്ങിയതും വല്ലപ്പോഴും ഒരിക്കൽ ഓരോ വണ്ടി ഞങ്ങൾക്ക് മുന്നിലൂടെ ചീറിപ്പാഞ്ഞു പോകുന്നതും ഞങ്ങൾ അറിഞ്ഞില്ല. ഇനി ഏത് നിമിഷവും ഒത്തിരി പൊക്കമുള്ള നന്നേ മുഷിഞ്ഞ വെള്ള ഷർട്ടിനുമേൽ മുണ്ട് ഇടത്തോട്ട് മടക്കി കുത്തിയ കയ്യിൽ കട്ടിയുള്ള വരയൻ പ്ലാസ്റ്റിക് സഞ്ചി തൂക്കിപ്പിടിച്ച ആ എലി പ്രത്യക്ഷപ്പെടും. ഞങ്ങളുടെ ശത്രുവായ സപ്ലയർ കിളവൻ. ഞങ്ങൾ പൂച്ചകൾ കാത്തിരുന്നു. രാത്രി 9 മണി കഴിഞ്ഞു. ശിവമയത്തിന്റെ വഴിമുക്കിൽ അയാൾ പ്രതീക്ഷിച്ച വേഷത്തിൽ സഞ്ചിയും തൂക്കി. ഞാൻ അറിയാതെ ഹമീദിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു. എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടി. റോഡിലേക്ക് ഇറങ്ങും മുൻപ് അയാൾ ഇടതുവശത്തേക്ക് ഞങ്ങളിരിക്കുന്ന വെയിറ്റിംഗ് ഷെഡിലേക്കൊന്ന് പാളി നോക്കിയോ? എന്റെ മേലാസകലം ഒരു മിന്നൽ പ്രസരണമുണ്ടായി. അല്ല, അയാൾ വലതുവശത്തു നിന്നും വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയതാ. അയാൾ ഇടത്തോട്ട് തിരിഞ്ഞ് വലിഞ്ഞു നടന്നു. വാടാ! ഹമീദിന്റെ വിളിയിൽ ധൃതിയും ഉറച്ച ലക്ഷ്യവുമുണ്ടായിരുന്നു. ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ചാടിയിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് നടപ്പു തുടങ്ങി. അയാളുടെ നടപ്പിന് ഉദ്ദേശിച്ചതിലും വേഗതയുണ്ടായിരുന്നു. ഞങ്ങൾ ചെറുതായി ഒന്ന് ഓടിയിട്ടാണ് അയാൾക്ക് പുറകിൽ ഒരു 10 മീറ്റർ അകലം പാലിച്ച് നടക്കാനായത്. മെയിൻ റോഡുകളിൽ ഇടയ്ക്കിടെ വഴിവിളക്കുകളുടെ മങ്ങിയ പ്രകാശം മാത്രമേ ഉള്ളൂ. ഗാന്ധി സ്ക്വയറിൽ അയാൾ ഒന്ന് നിന്നു. എറണാകുളം ഭാഗത്തേക്ക് ഊട്ടി ലോഡ്ജിന് മുന്നിലൂടെ ഒരു ദീർഘദൂര ബസ് പാഞ്ഞു പോയതും ഞങ്ങൾ നടന്നു വന്ന കഞ്ഞിക്കുഴി ഭാഗത്തു നിന്ന് ഒരു കാറ് പാഞ്ഞടുത്തതും കാരണം റോഡ് മുറിച്ചു കടക്കാൻ നിന്നതാണ് അയാൾ. നിശ്ചിത അകലം പാലിച്ച് ഞങ്ങളും നിന്നു. മഹാത്മാഗാന്ധി വടിയും പിടിച്ച് ഉയരത്തിൽ നിന്ന് ഞങ്ങളെ വട്ട കണ്ണടയ്ക്കുള്ളിലൂടെ കണ്ണുരുട്ടി നോക്കിയത് തൽക്കാലം കണ്ടില്ലെന്ന് നടിച്ചു. പെട്ടെന്നാണ് അയാൾ വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കിയതും ഞങ്ങളെ കണ്ടതും. ഒറ്റ നോട്ടത്തിൽ അയാൾക്ക് ഞങ്ങളെ മനസ്സിലായില്ല. അയാൾ റോഡ് മുറിച്ചു കടക്കും മുൻപ് ഒരു സംശയം തീർക്കാൻ എന്ന പോലെ ഒന്നുകൂടെ വെട്ടിത്തിരിഞ്ഞു നോക്കി. തന്നെ ഇരുട്ടിൽ പിന്തുടരുന്ന 2 ബനിയൻധാരികൾ. അയാൾ ശരിക്കും ഞെട്ടി. പെട്ടെന്ന് അയാൾ റോഡ് മുറിച്ചു നടന്നു. നന്നായി പേടിച്ച പോലെ വേഗത കൂട്ടി ഓടുന്നതുപോലെ നടന്നു. അയാൾ നമ്മളെ കണ്ടടാ. എന്റെ ശബ്ദം ചെറുതായി ചിലമ്പിച്ചിരുന്നു. അയാൾക്ക് നമ്മളെ മനസ്സിലായി. പക്ഷെ അയാൾ പേടിച്ചു. അതാണ് അയാൾ സ്പീഡ് കൂട്ടിയത്. ഹമീദ് പ്രായോഗിക ബുദ്ധിയോടെ എന്നെ സമാധാനിപ്പിച്ചു. ഹമീദ് പെട്ടെന്ന് ഓപ്പറേഷന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അവതരിപ്പിച്ചു. എടാ, അയാൾ മൈതാനത്തിന്റെ ഇടത്തോട്ട് തിരിഞ്ഞാൽ നീ അയാൾക്ക് പിന്നിലൂടെ തന്നെ അയാളുടെ അതേ സ്പീഡിൽ നടക്കണം. ഞാൻ ഇടത്തോട്ട് തിരിയാതെ നേരെ ഓടും. ഇടവഴി കഴിഞ്ഞിട്ടുള്ള മറ്റേ റോഡിൽ വന്നിട്ട് ഞാൻ നിങ്ങൾക്കെതിരെ ഇടവഴിയുടെ മറ്റേ സൈഡിൽ നിന്നും വരാം. ഇടവഴിയിലേക്ക് ഇറങ്ങുമ്പോൾ നീ അയാൾക്ക് തൊട്ടു പുറകിലും ഞാൻ അയാൾക്ക് മുൻപിലും. അയാൾക്ക് പിന്നെ രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാര്യം മനസ്സിൽ വേണം, അതായത് നമുക്ക് പേടിയില്ല. നമ്മൾ പേടിച്ചാൽ അയാൾ പേടിക്കില്ല. ഹമീദിന്റെ വാക്കുകൾ എനിക്ക് അതിശയവും ആത്മവിശ്വാസവും തന്നു. കാര്യത്തോടടുത്തപ്പോൾ എത്ര ബുദ്ധിപരമായിട്ടാണ് അവന്റെ നീക്കങ്ങൾ എന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. അയാൾ കൂടെ കൂടെ തിരിഞ്ഞു നോക്കി ചെറുതായി ഓടുകയാണ്. അയാൾ ഒരു അപകടം മണത്തിട്ടുണ്ട്, ഉറപ്പ്. ദേ അയാൾ ഇടത്തോട്ട് തിരിയുന്നു. നീ ഓടിക്കോ. ഞാനത് പറഞ്ഞതും ഹമീദ് എന്നെ ഒറ്റയ്ക്കാക്കി ശരം വിട്ട പോലെ ഒരൊറ്റ ഓട്ടം. ഒറ്റപ്പെട്ടപ്പോൾ ഞാൻ വല്ലാതെ ഭയന്നു. മുൻ പരിചയമില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. പിന്തിരിയാനാവാത്ത വിധം ഞാനൊരു ഓപ്പറേഷന്റെ ഭാഗമാക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. താജ്മഹൽ തിയേറ്ററിന് മുൻപിലെത്തിയപ്പോൾ അയാൾ ഒന്നുകൂടെ തിരിഞ്ഞു നോക്കി. ഞാൻ സിനിമ കാണാൻ പോകും പോലെ തിയേറ്ററിലേക്ക് നോക്കി പതുക്കെ നടന്നു. അയാൾ കൈവീശി ആഞ്ഞു നടന്ന് ഇടവഴിയിലേക്ക് ധൃതി വെച്ചിറങ്ങിയതും ഞാൻ ഇടവഴിയിലേക്ക് പാഞ്ഞെടുത്തു. റോഡിൽ നിന്നും ഇടവഴിയുടെ ഇരുട്ടിലേക്ക് എടുത്തു ചാടി. എന്റെ ചാട്ടത്തിന്റെ ശബ്ദം അയാളെ പേടിപ്പിച്ചു, എന്നെയും. അയാൾ ഓടാൻ തുടങ്ങിയതായിരുന്നു. അപ്പോഴാണ് ഇടതുവശത്തുള്ള വീടിന്റെ ബൾബിന്റെ മങ്ങിയ വെളിച്ചമുള്ള ഭാഗത്തെത്തിയതും അയാൾ അല്ലാ എന്ന് അലറി വിളിച്ച് എനിക്ക് നേരെ വെട്ടിത്തിരിഞ്ഞത്. അയാളുടെ കറുത്തിരുണ്ട വിയർത്തൊഴുകിയ മുഖം എന്നെ പേടിപ്പിച്ചു കളഞ്ഞു. മുന്നിലൂടെ പാഞ്ഞെടുക്കുന്ന ഹമീദിനെ കണ്ടാണ് അയാൾ പേടിച്ച് നിലവിളിച്ചത്. അതേസമയം തന്നെ അയാളുടെ കഴുത്തിൽ ഹമീദിന്റെ പിടി വീണു. ബേബി, ആ കത്തിയെടുത്ത് അവന്റെ പള്ളയ്ക്ക് കയറ്റടാ. ഹമീദ് ഒച്ച കുറച്ച് അലറി. മക്കളെ, എന്നെ കൊല്ലരുത്, എനിക്ക് 9 പെൺമക്കളാ. അയാൾ കിലുകിലാ വിറച്ചു. സഞ്ചി കൂട്ടിപ്പിടിച്ച് നിന്ന് കറുത്ത കൈകൾ കൂപ്പി. ഹമീദേ, കൊല്ലുന്നതിന് മുൻപ് കിളവനെ ഒന്ന് പരിശോധിച്ചേക്കടാ. അത് പറഞ്ഞ് ഞാൻ സഞ്ചി തട്ടിപ്പറിച്ചെടുത്ത് ദോശപ്പൊതി ധൃതിയിൽ തപ്പിയെടുത്തു. ഹമീദ് അയാളുടെ പോക്കറ്റിൽ ബലമായി കൈയിട്ട് ആകെ ഉണ്ടായിരുന്ന 2 നോട്ടുകൾ വലിച്ചെടുത്തപ്പോൾ അയാളുടെ ഷർട്ട് എവിടെയോ കീറി.
ഹമീദ് നോട്ടുകൾ എടുത്ത വഴി തന്നെ അതെന്റെ ബനീനകത്തേക്ക് തിരികിയിട്ട് കടാരങ്ങെടുക്കടാ, ഇവനെ അങ്ങ് തീർത്തേക്കാം എന്നോട് അയാൾ കേൾക്കെ സ്വകാര്യത്തിൽ പറഞ്ഞതും അയാൾ പേടിച്ച് കുതറിയോടാൻ ശ്രമിച്ചു. ഞാൻ അയാൾക്ക് വട്ടം നിന്നിട്ട് പറഞ്ഞു, നിന്നെ ഇന്ന് ഞങ്ങൾ കൊല്ലില്ല. നിന്നെ ഇനി ശിവമയത്തിൽ കണ്ടാൽ നിന്നെ ഞങ്ങൾ തട്ടും, ഉറപ്പാ. എന്റെ ഭീഷണിപ്പെടുത്തൽ എന്നെ തന്നെ അത്ഭുതപ്പെടുത്തി. എന്റെ ഭീഷണി അയാൾക്ക് ശരിക്കും ഏശി. ഇല്ല മക്കളെ, ഞാൻ ഇനി അങ്ങോട്ട് പോവില്ല, എന്നെ വിട്ടേച്ചാ മതി എന്ന് നിലവിളിച്ചു പറഞ്ഞതും ഒരു ടാക്സിക്കാറ് മുന്നിൽ വന്ന് നിർത്തി. സംഭവങ്ങൾക്കിടയിൽ ഇടവഴി തീർന്നു പോയത് അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞതും ഞെട്ടിപ്പോയതും. കറുപ്പും മേൽഭാഗം മഞ്ഞ നിറവുമുള്ള ഒരു അംബാസഡർ കാറ്. ടാക്സിക്കാരന്റെ ഡ്രൈവിംഗ് സീറ്റ് അപ്പുറത്തെ സൈഡിലായതിനാൽ തല കുനിച്ച് എത്തി നോക്കിയിട്ട് കാര്യങ്ങൾ ഒന്നും പിടികിട്ടാതെ അയാൾ കിളവനോട്, അളിയാ കൊണ്ടുവിടണോ എന്നൊരു ചോദ്യവും. ഹമീദിന്റെ ഭയന്ന ശബ്ദം ഞാൻ എന്റെ ചെവിയിൽ സ്വകാര്യമായി കേട്ടു. ഇനി നിന്ന പ്രശ്നമാവും, ഓടിക്കോടാ വേഗം. ഒരു നിമിഷം സംഗതികളുടെ ഗൗരവമോർത്ത് എന്റെ നെഞ്ചിലൂടെ ഒരു ഇടിമിന്നൽ പാഞ്ഞുപോയി. ഇടവഴിയുടെ അറ്റത്ത് നല്ല ജീവൻ പോയി നിന്നിരുന്ന ഞാൻ വന്ന ഇടവഴിയിലൂടെ തന്നെ ഒറ്റ പാച്ചിലായിരുന്നു, ശരവേഗത്തിൽ. ഇടവഴിയിലെ ഇരുട്ടിൽ നിന്ന് റോഡിലേക്ക് ഒറ്റ ചാട്ടത്തിന് കയറി. ദിശയറിയാതെ വലത്തോട്ടോ ഇടത്തോട്ടോ എന്നറിയാതെ ഓടുകയായിരുന്നു. എന്റെ ജീവിതത്തിലെ ഏറ്റവും വേഗതയേറിയ ഓട്ടം. ഓടുന്ന വഴി എങ്ങോട്ടുള്ളതാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എങ്ങനെയും ഓടി രക്ഷപ്പെടുക മാത്രമായിരുന്നു ലക്ഷ്യം. ഓടി ഓടി ടാറിംഗ് ഇല്ലാത്ത ഒരു വീതി കുറഞ്ഞ റോഡിൽ ചെന്നുപെട്ടു. ഭയങ്കര ഇരുട്ട്. ഓട്ടം നിർത്താതെ ഒരു കയറ്റത്തിലൂടെ ഓടുമ്പോഴാണ് ഇടതുകാൽ പൊങ്ങി നിന്ന ഒരു കരിങ്കലിൽ ആഞ്ഞിടിച്ച് പെരുവിരൽ പൊട്ടിപ്പൊളിഞ്ഞതും അമ്മേ എന്ന് വിളിച്ച് ഞാൻ കമഴ്ന്നടിച്ച് വീണതും. ഉരുണ്ട് പിടച്ചെഴുന്നേറ്റ് ഓടാൻ തുടങ്ങുമ്പോഴാണ് ഹമീദ് എന്നോടൊപ്പം ഓടുന്നില്ലെന്നത് വലിയ നടുക്കലോടെ ഞാൻ അറിഞ്ഞത്. ആ അറിവ് എന്നെ ശരിക്കും തളർത്തിക്കളഞ്ഞു. ഓടി ഓടി ഒരു ടാർ റോഡിലും പിന്നെ ഒരു മെയിൻ റോഡിലും ഞാൻ എത്തപ്പെട്ടു. ഇനി എങ്ങോട്ട് എന്നറിയാതെ വലത്തോട്ട് കുറെ ഓടിയിട്ട് ഒന്ന് നിന്നു. അടഞ്ഞുകിടന്ന ഏതോ കടയുടെ ഷട്ടറിൽ ചേർന്ന് നിന്ന് കിതച്ചു. പാഞ്ഞു വരുന്ന ഒരു വണ്ടിയുടെ വെട്ടം കണ്ട് അത് ആ ടാക്സിക്കാരനാണെന്ന് പേടിച്ച് ഞാൻ ഷട്ടറിലേക്ക് ഒന്നും കൂടെ പറ്റിച്ചേർന്ന് നിന്നു. അതൊരു പോലീസ് ജീപ്പായിരുന്നു. ജീപ്പ് എന്നെ ഒന്ന് വിറപ്പിച്ച് കടന്നുപോയി. ഞാൻ കുളിച്ച പോലെ അടിമുടി വിയർത്തിരുന്നു. കരയാതെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. ഇടതുകാലിന്റെ നീറ്റൽ അസഹനീയമായിരുന്നു. അതിലുമൊക്കെ വലിയ പ്രശ്നമായിരുന്നു എനിക്ക് ഒരു നിമിഷം കൊണ്ട് നഷ്ടപ്പെട്ട ഹമീദ്. അതെനിക്ക് വിശ്വസിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. ഞാൻ അർദ്ധനഗ്നനും അനാഥനുമായി പെരുവഴിയോരം നിന്ന് വിങ്ങിപ്പൊട്ടി. എത്ര നേരം ഞാൻ അങ്ങനെ അർദ്ധപ്രാണനായി നിന്നു. തിരുവനന്തപുരം ബോർഡ് വെച്ച ഒരു ട്രാൻസ്പോർട്ട് ബസ് എന്റെ മുന്നിലൂടെ കടന്നുപോയി. അത് എന്നെ മറികടന്ന് സ്പീഡ് കുറച്ച് ഇടത്തോട്ട് തിരിഞ്ഞു. അയ്യോ, ഇത് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് അടുത്താണ് ഞാൻ നിൽക്കുന്നത്. പുതുതായി തുടങ്ങിയ കോട്ടയം അനുപമ തിയേറ്ററാണ് എന്റെ എതിർവശത്ത് കാണുന്നത്. ഉത്തരായണം സിനിമയുടെ സെക്കൻഡ് ഷോയ്ക്കുള്ള ആളുകൾ കയറിക്കഴിഞ്ഞു. ഇവിടെ നിൽക്കുന്നത് കൂടുതൽ അപകടമാണ്. ഞാൻ കടകളുടെ നിഴലുകൾ പറ്റി വടക്കോട്ട് നടന്നു. ഹമീദ് ഇല്ലാതെ ഒരു നിമിഷം തുടരാനാവില്ലെന്ന് എനിക്ക് തോന്നി. ചെയ്ത തെറ്റിന്റെ ദൈവശിക്ഷ അതേ സമയം തന്നെ കിട്ടിയതാണെന്ന് ഞാൻ വിശ്വസിച്ചു. ഒരു ടാക്സി ചീറിപ്പാഞ്ഞു വരുന്നത് കണ്ട് ഞാനൊരു പെട്ടിക്കടയുടെ പിന്നിൽ ഓടി ഒളിച്ചു. ഇത്തിരി നേരം നിന്നിട്ട് നീറുന്ന കാലും മനസ്സുമായി പിന്നെയും നടന്നു. കയ്യിൽ അയാളിൽ നിന്നും തട്ടിപ്പറിച്ച കടലാസ് പൊതി വിയർപ്പിൽ നനഞ്ഞു കീറിയിരുന്നു. അതിലെ കരിഞ്ഞ ദോശകളിൽ വിയർപ്പിന്റെ ഉപ്പ് കലർന്നു. എനിക്ക് പെട്ടെന്നൊരു വീണ്ടുവിചാരമുണ്ടായി. ടാക്സിക്കാരനോ പോലീസോ പിടിച്ചുകൊള്ളട്ടെ, കൊണ്ടുപോയി തല്ലി കൊല്ലട്ടെ. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാണ് എന്റെ ഈ പാഴ്ജന്മം സംരക്ഷിക്കാൻ പാടുപെടുന്നത്? ഏത് വിധേനയും ഈ രാത്രി തന്നെ ഹമീദിനെ കണ്ടുപിടിക്കണം. അതുവരെ എനിക്ക് ആരെയും പേടിയില്ല. ഞാൻ തീരുമാനിച്ചു. ഞാൻ കടകളുടെ അരികു പറ്റിയുള്ള നടത്തം മാറ്റി റോഡിലേക്ക് ഇറങ്ങി നടന്നു. എന്റെ നിറഞ്ഞു മങ്ങിപ്പോയ കണ്ണുകൾ ഹമീദിനെ നാലുപാടും പരതി. അപ്പോൾ ഗാന്ധി വടിയൂന്നി നിൽക്കുന്ന ഊട്ടി ലോഡ്ജ് ജംഗ്ഷനിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഞാൻ അവിശ്വസനീയമായ ആ കാഴ്ച കണ്ടു. ഗാന്ധി സ്ക്വയറിന് ഇടതുവശത്ത് തിരുനക്കരയിൽ നിന്നും വരുന്ന റോഡിലൂടെ കൈയില്ലാത്ത ബനിയനിട്ട ഒരു കറുമ്പൻ പയ്യൻ നാലുപാടും നോക്കി നടന്നു വരുന്നു. ഹമീദ്, എന്റെ ഹമീദ്! എന്റെ ഉള്ളം ആർത്തലച്ചു.
തിക്കിത്തിരക്കി വന്ന ഒരു വീർപ്പുമുട്ടലിൽ എനിക്ക് ശ്വാസം മുട്ടി. ഞാൻ പരിസരവും എന്നെ തന്നെയും മറന്നു. അലറി വിളിച്ചു, ഹമീദേ! അവൻ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. അവൻ എന്നെ തിരിച്ചറിഞ്ഞ് നീട്ടി വിളിച്ചു, ബേബിയേ! ഞങ്ങൾ രണ്ടും നടു റോഡിലൂടെ കുതിച്ചോടിയടുത്ത് മുഖാമുഖം നിന്നു. ഒരു നിമിഷം ഞങ്ങൾ കെട്ടിപ്പിടിച്ച് വിയർപ്പിൽ ഒട്ടിപ്പിടിച്ചു. ഞങ്ങൾ ചിരിക്കുകയും കരയുകയും ചെയ്തു. അരണ്ട വെളിച്ചത്തിൽ മൂകയും ബധിരയുമായി പോയ കോട്ടയം പട്ടണത്തിന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്ന് ഞങ്ങൾ ആലിംഗനം ചെയ്ത് കരഞ്ഞ് ആഹ്ലാദം പങ്കുവച്ചു. ഇതിന് മഹാത്മാഗാന്ധി സാക്ഷിയാണ്. എനിക്ക് ഹമീദും ഹമീദിന് ഞാനും കാണാതെ പോയിട്ട് കണ്ടുകിട്ടിയ കുഞ്ഞാടുകളായിരുന്നു. ഇരമ്പിപ്പാഞ്ഞു വന്ന ഒരു വണ്ടിയുടെ വെളിച്ചത്തിൽ ഞങ്ങൾ പരിസരബോധം വീണ്ടെടുത്തു. ഞങ്ങൾ ഊട്ടി ലോഡ്ജിന്റെ ഓരത്തേക്ക് ഓടി മാറി. എന്റെ ഓട്ടത്തിൽ ഒരു മുടന്തിന്റെ പന്തികേട് ഹമീദ് കണ്ടുപിടിച്ചു. എന്തു പറ്റിയട നിന്റെ കാലിന്? ഓട്ടത്തിൽ ഒരു കല്ലിൽ തട്ടി വീണതാടാ. തന്തവിരൽ പൊളിഞ്ഞു. ഹമീദ് പെട്ടെന്ന് നിലത്ത് കുത്തിയിരുന്ന് അവൻ ഉടുത്തിരുന്ന മുണ്ടിന്റെ ഒരറ്റം വലിച്ചു കീറിയെടുത്ത് ഞാൻ തടയുന്നതിന് മുൻപേ അവൻ എന്റെ പെരുവിരലിൽ വരിഞ്ഞു കെട്ടാൻ തുടങ്ങി. ആ മുണ്ട് കീറിക്കളയണ്ടായിരുന്നടാ. ഓ, അത് സാരയില്ലടാ, പഴയ മുണ്ട. എനിക്ക് പെട്ടെന്ന് ശിവമയത്തിൽ കിടക്കുന്ന ഞങ്ങളുടെ ഷർട്ടുകളെ ഓർമ്മ വന്നു. ഹമീദേ, സമയം എന്തായി കാണും? നമ്മുടെ ഷർട്ടുകള് ശിവമയം അടച്ചോന്നൊന്ന് നോക്കണ്ടേ? ഹമീദ് എന്റെ പെരുവിരലിൽ കടുങ്കെട്ടിട്ട് പിടഞ്ഞെഴുന്നേറ്റു. അയ്യോ, നോക്കണം. അതിനല്ലേ നമ്മൾ ഈ പാടൊക്കെ പെട്ടത്. പക്ഷെ നമ്മൾ വളരെ സൂക്ഷിക്കണം. ഹോട്ടലിന് അടുത്തെങ്ങാൻ ആ ടാക്സി ഉണ്ടോന്ന് ആദ്യം നോക്കണം. ഇല്ലെങ്കിൽ മാത്രം ശിവമയത്തിൽ പോയാൽ മതി. അത് ശരിയാ, നേരം 10 തോന്നുന്നു. ശിവമയം 10 എന്നാ വാ, നടക്ക്. റോഡിലൂടെ വേണ്ട, ഇരുട്ടിലൂടെ നടന്നാ മതി. ഹമീദിനെ തിരിച്ചു കിട്ടിയതോടെ എന്റെ വേദനകളും തളർച്ചയും പകുതി ഇല്ലാതായി. ഇത് പാഴ് ജന്മമല്ലെന്നും ഇനിയും ജീവിക്കണമെന്നും തോന്നി. പോയ പേടികൾ തിരിച്ചു വന്നു. ഞങ്ങൾ കടകളുടെ നിഴലുകൾ പറ്റി വലിഞ്ഞു നടക്കുമ്പോൾ ഹമീദ് ചോദിച്ചു, എടാ, നമ്മൾ അയാളോട് പിടിച്ചു പറിച്ചെടുത്ത പൈസ ഞാൻ നിന്റെ ബനിയനുള്ളിലേക്ക് ഇട്ടിരുന്നു. അതവിടെ ഉണ്ടോന്നൊന്ന് നോക്കിക്കേ, സ്വാമിക്ക് കൊടുക്കണ്ടേ? ഞാൻ നിന്നുപോയി. പൈസ എന്റെ ബനിയനുള്ളിൽ ഉള്ള കാര്യം ഞാൻ അപ്പോഴാണ് ഓർത്തത്. വെപ്രാളപ്പെട്ട് കൈയിട്ട് നോക്കി. നനഞ്ഞു കുഴഞ്ഞ 2 നോട്ടുകൾ. ഹോ, എന്തൊരാശ്വാസം. ഞങ്ങൾ വീണ്ടും വേഗം നടന്നു. ഹമീദേ, ടാക്സിക്കാർ വന്നിട്ടില്ലെങ്കിൽ നമ്മളിൽ ഒരാൾ ശിവമയത്തിൽ പോയാൽ മതി. ഞാൻ തന്നെ പോകാം. സ്വാമിയെ കണ്ട് പൈസ കൊടുത്ത് ഷർട്ടുകൾ വാങ്ങാം. നീ തനിച്ചു പോണോ? ഒരുമിച്ച് പോകുന്നത് ബുദ്ധിയല്ലെന്നൊരു തോന്നൽ, അതാ. ഇനിയും ഒറ്റപ്പെട്ടു പോവോന്നൊരു പേടി. ഏയ്, ഇനി നമ്മൾ ഒറ്റപ്പെടില്ലടാ. ഞാൻ ഒരു 2 നോട്ട് ഹമീദിനെ ഏൽപ്പിച്ചപ്പോൾ അവൻ ചോദിച്ചു, എടാ, നീ ചെല്ലുമ്പോ ഈ പൈസ എവിടുന്ന് കിട്ടിയെന്ന് ആ കിളവൻ സ്വാമി ചോദിക്കില്ലേ? വിന്നേഴ്സിലെ കൂട്ടുകാരൻ അലിയാര് തന്നു പറഞ്ഞാലോ? മിടുക്കൻ, അത് നല്ല ഐഡിയയാണ്. ഹമീദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ശിവമയത്തിലേക്കുള്ള ഇടവഴി വിജനവും ഇരുണ്ടതുമായിരുന്നു. ടാക്സിക്കാർ കണ്ടില്ല. ഹമീദേ, നീ നമ്മുടെ വെയിറ്റിംഗ് ഷെഡിൽ പോയിരിക്കെ. ഷർട്ടുകൾ കിട്ടിയാൽ അവസാനമായി നമുക്ക് ഒരുമിച്ച് ഇത്തിരി നേരം കൂടെ അവിടെ ഇരിക്കണം. ഹമീദ് പാതി മനസ്സോടെ വെയിറ്റിംഗ് ഷെഡിലേക്ക് തിരിഞ്ഞപ്പോൾ ലേശം പതർച്ചയോടെ ഞാൻ ഇരുണ്ട വഴിയിലൂടെ ശിവമയത്തിലേക്ക് നടന്നു. ശിവമയത്തിന്റെ ഷട്ടർ വീണിരുന്നില്ല. ഹാളിലെ വെളിച്ചത്തിന്റെ ഒരു കീറ് ഇടവഴിയിലേക്ക് വീണ് കടന്നിരുന്നു. ഞാൻ കൗണ്ടറിനടുത്തെത്തി വെളിച്ചത്തിലേക്ക് കടക്കാതെ തല മാത്രം വെളിച്ചത്ത് കാണിച്ച് ഒന്ന് എത്തി നോക്കി. ഹാളിലെ കസേരകളൊക്കെ പെറുക്കി മേശപ്പുറത്ത് വെച്ചിരിക്കുന്നു. ഹാളിന്റെ നിലം കഴുകാനായി വെള്ളം ഒഴിച്ചിരിക്കുകയാണ്. സപ്ലയർ കിളവൻ തിരിച്ചു വന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഞാൻ ധൈര്യം സംഭരിച്ച് വെളിച്ചത്തിലേക്ക് പ്രവേശിച്ചു. കൗണ്ടറിനരികിൽ ചെന്ന് അകത്തേക്ക് നോക്കി. സ്വാമി തറ കഴുകുന്ന പിള്ളേരെ സൂപ്പർവൈസ് ചെയ്ത് നിൽക്കുകയാണ്. അയാൾ പെട്ടെന്ന് എന്നെ കണ്ടു. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ഞാൻ ഉൾഭയം പുറത്തു കാണിക്കാതെ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. ഒപ്പം ഞങ്ങളുടെ ഷർട്ടുകൾ പലക സ്ക്രീനിൽ തൂങ്ങുന്നുണ്ടോ എന്ന് പാളി നോക്കി ഉറപ്പുവരുത്തുകയും ചെയ്തു. വന്താച്ചാ, എന്നടാ, എന്നെ വേണം? സ്വാമി നിന്നിടത്ത് തന്നെ നിന്ന് ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു. ഞാൻ പരിങ്ങി നിന്നു. അയാൾ എന്റെ അടുത്തേക്ക് നടന്നു വന്നു. സ്വാമിയുടെ ഭാരിച്ച കുടവയറാണ് ആദ്യം അടുത്തേക്ക് വരുന്നതെന്ന് തോന്നി. ഞാൻ എന്തോ പറയാൻ തുടങ്ങിയത് തൊണ്ടയിൽ കുരുങ്ങി. ഞാൻ സ്വാമിയെയും ഷർട്ടുകളെയും മാറി മാറി നോക്കി. അയാൾ അടുത്തെത്തി. ഷർട്ട് വാങ്ങതക്ക് വന്നേ, പുടി കിട്ടിയാച്ച്, അതുക്ക് പണം കൊണ്ടുവന്നിരിക്കാ. ഞാൻ ഊവന്ന് തലയാട്ടുമ്പോൾ
സപ്ലയർ കിളവന്റെ വിഷയം സ്വാമി അറിഞ്ഞിട്ടില്ലെന്നത് വലിയൊരാശ്വാസത്തോടെ തിരിച്ചറിയുകയും ചെയ്തു. ഞാൻ കയ്യിലിരുന്ന രണ്ടിന്റെ നനഞ്ഞു കുഴഞ്ഞ നോട്ട് സ്വാമിക്ക് നേരെ നീട്ടി. അയാളുടെ മുഖത്തൊരു പ്രകാശം പരന്നു. രൂപ തിരിച്ചും മറിച്ചും നോക്കിയിട്ട്, ഇതെന്നടാ തണ്ണിയിൽ പോട്ട മാതിരി ഇருக்கு, ഇതെപ്പടി കടച്ചാച്ച്, എന്നടാ ഏതാവത് തിരുട്ടു വേല ചെയ്തിട്ടിയാ? സ്വാമി എന്നെ അടിമുടി സംശയിച്ചു. പൈസ മോഷ്ടിച്ചതാണോ എന്നാണ് തടിയന്റെ സംശയം. അല്ല സ്വാമി, വിന്നേഴ്സ് ഹോട്ടലിൽ എൻ്റെ ഒരു ഫ്രണ്ട് അലിയാർ ഇருக்கு, അവൻ തന്നതാ, തിരിച്ചു കൊടുക്ക വേണ്ടിയത്. അത് അയാൾക്ക് ബോധ്യപ്പെട്ടതുപോലെ തോന്നി. അപ്പടിയാ, ശരി ശരി, പോയി ഷർട്ട് എടുത്തിട്ട് വാ. കാര്യങ്ങൾ വലിയ പ്രശ്നങ്ങളില്ലാതെ തീരുകയാണെന്ന് എനിക്ക് തോന്നി. അയാൾ കൗണ്ടറിലേക്കും ഞാൻ വാഷ് ബേസിനരികിലെ സ്ക്രീനിനരികിലേക്കും നടന്നു. തറ കഴുകി നിന്ന 3-4 തമിഴ് പിള്ളേർ കൂട്ടം കൂടി നിന്ന് എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെയും ഹമീദിന്റെയും ഷർട്ടുകൾ എടുത്ത് തോളത്തിട്ട് ബാക്കി പൈസ വാങ്ങാൻ കൗണ്ടറിലെത്തി. സ്വാമിയുടെ കയ്യിൽ ഒരു 1 രൂപ നോട്ട് കണ്ട് ഞാൻ സംശയത്തോടെ അയാളെ നോക്കി. നിന്നോട് ഫ്രണ്ട് എങ്കേ? വെളിയിലിരിക്ക് സ്വാമി, അവൻ പേടിച്ചിട്ട്. കവലപ്പെടാതെ, ഇത് വെച്ചുക്കോ. അയാൾ ബാക്കി 35 പൈസയ്ക്ക് പകരം 1 രൂപ എൻ്റെ നേരെ നീട്ടി. ഞാൻ നന്ദി സൂചകമായി കൈകൾ കൂപ്പി. പിന്നെ അത് വാങ്ങി. ഇനി ഇങ്ക നിക്ക കൂടാതെ ഉങ്ങളുടെ നാട്ടിൽ തിരുമ്പിപ്പോ, എന്നാ അടിയന്തരാവസ്ഥയാക്കും, റൊമ്പ കെട്ട അവസരമാകും, നേരെ വീട്ടുക്ക് പോ, പുരിഞ്ചിതാ. ഞാൻ വീണ്ടും കൈകൾ കൂപ്പി. ശരി സ്വാമി, നന്ദിയുണ്ട് സ്വാമി. എനിക്ക് രക്ഷപ്പെടാൻ ധൃതിയുണ്ടായിരുന്നു. ഏതു നിമിഷവും ആ സപ്ലയർ കിളവനും ടാക്സിക്കാരൻ അളിയനും പ്രത്യക്ഷപ്പെട്ടേക്കാം എന്ന ചിന്ത തികട്ടിക്കയറി വന്ന് എൻ്റെ സ്ഥലകാല ബോധം കളയുന്നുണ്ടായിരുന്നു. തിരിച്ചു കിട്ടിയ ഷർട്ടുകളും കൊണ്ട് ഞാൻ ഇറങ്ങി. സ്വാമിക്ക് നേരെ ഒന്നും കൂടെ കൈകൾ കൂപ്പി നന്ദി പ്രകടിപ്പിച്ചു. തിരിഞ്ഞ് ഇടവഴി പരിശോധിച്ചു. ഇരുട്ടാണ്. ആരെങ്കിലും വരുന്നുണ്ടോ? ആ കാറ്? ഇല്ല, വന്നിട്ടില്ല. ഇരുട്ടിലേക്ക് ഇറങ്ങി സ്വാമിയുടെ കൺവെട്ടത്തു നിന്ന് 2 ചുവട് മുന്നോട്ട് വെച്ചിട്ട് പിന്നെ ഒരൊറ്റ ഓട്ടമായിരുന്നു വെയിറ്റിംഗ് ഷെഡ് വരെ. ഹമീദ് കെട്ടിവെച്ച പെരുവിരലിന് നല്ല വേദനയുണ്ടായിരുന്നു. ഷർട്ടുകളുമായി വെയിറ്റിംഗ് ഷെഡിലേക്ക്. കിട്ടിയിടാ എന്ന് വിളിച്ചു പറഞ്ഞ് ഓടിക്കയറി ചെന്ന എന്നെ ഹമീദ് കെട്ടിപ്പിടിച്ച് എതിരേറ്റു. നീ വൈകിയപ്പോ ഞാൻ പേടിച്ചു പോയടാ. അവന്റെ നെഞ്ചിടിപ്പും വേവലാതിയും ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ നമുക്കും ഒരു വിജയമുണ്ടായടാ, ഞാൻ അവന്റെ ചെവിയിൽ പറഞ്ഞു. ആ ചുമട്ടുതൊഴിലാളി ദൈവമായിട്ട് അയച്ചു തന്ന ദൂതനായിരുന്നടാ, ഹമീദ് എന്റെ ചെവിയിലും പറഞ്ഞു. ഞങ്ങൾ ധൃതി പിടിച്ച് ഷർട്ടുകൾ ഇട്ടു. വെയിറ്റിംഗ് ഷെഡിൽ ഇത്തിരി നേരം ഒന്നും മിണ്ടാതെ ചേർന്നിരുന്നു. കോട്ടയം നഗരം തന്ന ഒരുപിടി ദുരന്ത അനുഭവങ്ങൾക്ക് ഈ കാത്തിരിപ്പ് കേന്ദ്രം മൂകസാക്ഷിയാണ്. ഇനി ഇവിടെ ഇരിക്കേണ്ടി വരില്ല. എത്രയും വേഗം നമുക്ക് കോട്ടയം വിടണം. ഇനിയും നിൽക്കുന്നത് അപകടമാണ്, ഹമീദ് എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ഷർട്ടുകൾ ഇട്ട് അർത്ഥനഗ്നത മറച്ച് ഞങ്ങൾ ഇറങ്ങി നടന്നു. ഒരു ദുരന്ത യാത്രയുടെ തുടക്കമായിരുന്നു അതെന്നറിയാതെ. അയ്യപ്പാസ് രാധാസ് വഴി ഗാന്ധി സ്ക്വയറിലെത്തി. എതിരെ വന്ന 1-2 കാറുകളുടെ വെളിച്ചം ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു. എന്നെ അതിശയിപ്പിച്ച കാര്യം, ആ ടാക്സിക്കാരൻ പിടിച്ചു പറിക്കപ്പെട്ട അയാളെയും കൊണ്ട് ഞങ്ങളെ കണ്ടുപിടിക്കാനോ ശിവമയത്തിൽ വന്ന് വിവരമറിയിക്കാനോ മെനക്കെട്ടിട്ടില്ല. അതിന് എന്തെങ്കിലും ഒരു കാരണം കാണും. ഒരുപക്ഷെ കിളവന് വല്ലതും ആശുപത്രിയിലേക്കോ വീട്ടിലേക്കോ പെട്ടെന്ന് കൊണ്ടുപോകേണ്ടി വന്നിരിക്കുമോ? എനിക്ക് കുറ്റബോധം തോന്നി. റോഡ് മുറിച്ചു കടക്കാൻ നിൽക്കുമ്പോൾ കുറ്റക്കാരനെ പോലെ ഞാൻ മഹാത്മാഗാന്ധിയെ ഇടം കണ്ണിട്ട് നോക്കി. മനസ്സാ യാത്ര പറഞ്ഞു. ഊട്ടി ലോഡ്ജിന് മുന്നിലൂടെ വലത്തോട്ട് തിരിഞ്ഞ് എറണാകുളം റൂട്ടിൽ പ്രവേശിച്ചു. വഴിവിളക്കുകളുടെ നിറം മങ്ങിയ മഞ്ഞ വെളിച്ചത്തിൽ എറണാകുളത്തേക്കുള്ള റോഡ് ഇരുണ്ടു കിടന്നു. നാഗമ്പടം പാലത്തിലൂടെ നടക്കുമ്പോൾ ഒരു തീവണ്ടി പാലത്തിനെ പ്രകമ്പനം കൊള്ളിച്ച് ഞങ്ങൾക്കിടയിലൂടെ എറണാകുളം ഭാഗത്തേക്ക് കുതിച്ചുപോയി. പിന്നെ വഴിവിളക്കുകൾ വല്ലപ്പോഴുമായി. ഞങ്ങൾ ഒന്നും മിണ്ടുന്നുണ്ടായിരുന്നില്ല. തീരെ വയ്യായിരുന്നു. മനസ്സും ശരീരവും ഏറ്റവും വലിയ പരീക്ഷണങ്ങൾ നേരിട്ട ദിവസമാണ് ഞങ്ങൾക്ക് പിന്നിൽ തീരുന്നത്. ഇന്നത്തെ ദുരന്ത അനുഭവങ്ങളുടെ ചൂടിലും ചൂരിലും തളർന്ന 2 തെരുവ് പിള്ളേർ കോട്ടയത്തെ പേടിച്ച് മൂകരായി നഗരത്തിന്റെ അതിർത്തി പിന്നിട്ടു. കോട്ടയം ഭാഗത്തു നിന്ന് പാഞ്ഞു വന്ന ഒരു അംബാസഡർ കാറിന്റെ ഇരമ്പലിൽ ഒന്ന് പേടിച്ച് ഞങ്ങൾ ഒരു മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്നു. ആ കാറിന്റെ വെളിച്ചത്തിലാണ് ഞങ്ങൾ ഒരു മയിൽക്കുറ്റി കണ്ടത്. വെള്ളയിൽ കറുത്ത അക്ഷരങ്ങളും അതിൽ എറണാകുളം 65 കിലോമീറ്റർ എന്ന് എഴുതി വെച്ചിരുന്നു. ഇന്ന് ഏതായാലും അധികം നടക്കാൻ പറ്റില്ലടാ,
നമ്മൾ വീണുപോകും. ഹമീദ് പറഞ്ഞു. അത് ശരിയാ, എവിടെയെങ്കിലും ഒന്ന് നിവർന്നു കിടക്കണം, ബോധമില്ലാതെ ഒന്ന് ഉറങ്ങണം. ഞാൻ യാന്ത്രികമായി അവനെ പിന്താങ്ങി. കുറെ നേരം കൂടെ നടന്നു. ആർപ്പൂക്കരയ്ക്ക് തിരിയുന്ന കവലയിൽ വലത്തുവശത്ത് ഒരു വെയിറ്റിംഗ് ഷെഡ് കണ്ടു. ഏതാണ്ട് കോട്ടയത്തെ ഞങ്ങളുടെ വെയിറ്റിംഗ് ഷെഡിന്റെ മോഡൽ. ഇവിടെ അങ്ങ് കൂടിയാലോ? ഞാൻ ഹമീദിനോട് അഭിപ്രായം ചോദിച്ചു. അതാ നല്ലത്, വാ. ഞങ്ങൾ റിസർവ് ചെയ്ത ഹോട്ടൽ മുറിയിലേക്ക് എന്ന പോലെ വെയിറ്റിംഗ് ഷെഡിലേക്ക് കയറി ചെന്നു. അരണ്ട വെളിച്ചത്തിൽ ഷെഡിനുള്ളിലെ സിമന്റ് തറയുടെ ഒരു മൂലയിൽ പഴന്തുണിക്കെട്ട് പോലെ ഒരാൾ ചുരുണ്ടു കിടന്ന് കൂർക്കം വലിക്കുന്നുണ്ടായിരുന്നു. ഷെഡിന്റെ 3 സൈഡിലും ചാരുള്ള കോൺക്രീറ്റ് ബെഞ്ചുണ്ട്. ഞങ്ങൾ ആശ്വാസത്തോടെ ബെഞ്ചിൽ വീഴും പോലെയാണ് ചെന്നിരുന്നത്. എന്നിട്ടൊരു ദീർഘശ്വാസം വിട്ടു. ഓ, എന്തൊരു ദിവസമായിരുന്നടാ ഇന്ന്. ഒരു സിനിമയുടെ ക്ലൈമാക്സ് പോലെ അല്ലേ? ഒരുവിധം രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാ മതി. എടാ, ആ ദോശപ്പൊതി കയ്യിലുണ്ടോ? ഹമീദ് അക്കാര്യം മറന്നിട്ട് പെട്ടെന്ന് ഓർമ്മിച്ച പോലെയാണ് ചോദിച്ചത്. ഉണ്ടടാ, നിനക്കിപ്പോ വേണോ? വേണ്ട, ഇന്നിനി ഒന്നും ഇറങ്ങില്ല. നാളെ മുതൽ നമ്മൾ പട്ടിണിയല്ലേ, രാവിലെ തിന്നാം. സ്വാമി തന്ന 1 രൂപയും കൂടെ കൂട്ടി 3 രൂപയുണ്ട്. നമ്മൾ കാശുകാരുമാണിപ്പോൾ, ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അവൻ പോക്കറ്റ് തപ്പി നോട്ടെടുത്ത് എനിക്ക് നീട്ടി. രണ്ടും ഒരു പോക്കറ്റിൽ കിടന്നോട്ടെ. ഞാൻ പണം ഭദ്രമായി പോക്കറ്റിൽ നിക്ഷേപിച്ചു. കാലിന് നല്ല നീറ്റലുണ്ട്. സാരമില്ല, എല്ലാം മറന്ന് നമുക്കൊന്ന് ബോധം കെട്ടുറങ്ങാം. ഞാൻ ദോശപ്പൊതി ബെഞ്ചിന്റെ ഒരു മൂലയ്ക്ക് വെച്ച് ഇരുന്ന ബെഞ്ചിൽ നടുനിവർത്താൻ തയ്യാറെടുത്തു. ഹമീദ് തൊട്ടടുത്ത ബെഞ്ചിലും സ്ഥാനം പിടിച്ചു. ഒരു കൊതുക് ആക്രമിച്ച പോലെ താഴെ കിടന്ന പഴന്തുണിക്കെട്ട് സ്വശരീരത്തിലൊന്ന് ആഞ്ഞടിച്ചിട്ട് മരിങ്ങ് തിരിഞ്ഞു കിടന്നു. ധർമ്മക്കാരനാവും പാവം. ഇന്നലെ തിരുനക്കര മൈതാനത്ത് സ്വർഗസുന്ദര സ്വപ്നങ്ങൾ കണ്ടെഴുന്നേറ്റത് മനസ്സിലേക്ക് വീണ്ടും വന്നു. സെലിൻ മേഡത്തിനെയും വെണ്ണിക്കുളം സ്കൂളിനെയും സ്വപ്നത്തിൽ കാണാൻ ഞാൻ എൻ്റെ കണ്ണുകളെ മെല്ലെ അടച്ചു. പഴന്തുണിക്കെട്ടിൽ നിന്നും വീണ്ടും കൂർക്കമലി കേട്ടു തുടങ്ങി.